അതർവൈസ് ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ദ കോഫി ബ്രൂൺ എന്ന റിസോർട്ടാണ്. കക്കാടംപുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ ഗേറ്റിൻ്റെ ഇവിടേക്ക് കിടന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചിൽഡ്രൻ പാർക്കിലേക്ക് പോകുന്നതാണ് അതിൻ്റെ ഗേറ്റ്. പോകുമ്പോൾ തന്നെ ഇവിടെ സ്റ്റെപ്പായിട്ടാണ് ഉള്ളത്. അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ സീസ് വരുന്നുണ്ട്. നമ്മൾ നേരെ അടിക്ക് ഇറങ്ങുകയാണ്. ആണല്ലേ, ഇവിടെ രാത്രിയൊക്കെ കളിക്കട്ടോ, ലൈറ്റൊക്കെ ഉണ്ടല്ലോ. പകൽ കളിക്കണമായിരിക്കും കൂടുതൽ സൗകര്യം. അവിടെ 2 ഊഞ്ഞാല വരുന്നുണ്ട്. പിന്നെ അതാ അവിടെ കീനാടി വരുന്നുണ്ട്. പിന്നെ നേരെ ഇപ്പുറത്ത് അല്ലേ ഊഞ്ഞാലിൻ്റെ പോലെ തന്നെ അതേപോലെ സാധനം. പിന്നെ സ്പ്രിംഗ് പുഞ്ചുണ്ട്. ഞങ്ങൾ പാർക്കിൽ നിന്ന് പോവാണ്. അവിടെ ഒരു ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾ പാർക്കിൽ നിന്ന് പോയിന്. ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ. ചെടികളൊക്കെ അടിപൊളി ചെടികളാണ് അല്ലേ. ഞങ്ങൾ ഫാമിലി ടൂർ പോകുന്നത് കൊണ്ട് കുറേ വണ്ടികളൊക്കെ ഉണ്ട്. തത്ത ഉണ്ടല്ലേ, തത്ത ഇതായിരിക്കും ഒരു വേസ്റ്റ് ബക്കറ്റാണ്. തത്തൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചതാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ പോർച്ച്. നൽകാറൊക്കെ വരികയാണെങ്കിൽ ഇതാ ഈ പോർച്ച് സ്ഥിതി ചെയ്യാം. ഈ പോർച്ച് ഇതാണ്. പിന്നെ ഇതാ ഉണ്ടല്ലേ, ഇവിടെ ആദ്യം അക്വേറിയമായിരുന്നു. അതിൽ മീനില്ല. നമ്മൾ വരുമ്പോൾ മീനില്ല. ഇതാ അതേപോലെ തന്നെ ആ തത്തൻ്റെ ബാസ്ക്കറ്റ് ഇതാ ഇവിടെയും ഉണ്ട്. എന്ത് മനോഹരമായാണ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ലേ. നമ്മൾ നടക്കുന്ന പാതകളിലൊക്കെ ഒരു കട്ടയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ലൈറ്റുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ മേലെത്തിനത് കൂടെ അകത്തേക്ക് പ്രവേശിക്കാം. നമ്മളിതാ മേലെ അടിപൊളി മുറ്റഗറീസ്. ഇവിടെയാണ് ചിക്കൻ ഗ്രിൽ ചെയ്യുന്ന സ്ഥലം. നമ്മളിപ്പോൾ ഗ്രില്ല് ചെയ്യാൻ നിൽക്കുകയാണ് രാത്രിക്കുള്ള കഴിക്കാൻ. അല്ലേ അടിപൊളിയാണ് കേട്ടോ, രക്ഷയില്ല. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്ന സ്ഥലം. മറ്റേത് കുട്ടികൾക്കുള്ളതും ഇത് വലിയവർക്കുള്ളതുമാണ്. ഇതാണല്ലേ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിന് പ്രത്യേകത ഉണ്ട്. ഇത് അങ്ങോട്ട് പോകും തോറും സ്വിമ്മിംഗ് പൂളിൽ ആയ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. നല്ല കാഴ്ചകൾ. ഞാൻ നേരെ കുളിമുറിയിലേക്ക് പോവുകയാണ്. ആദ്യം ഷവർന്നൊരു കുളി കുളിച്ചിട്ട് ചാടാനുള്ള കുളിമുറിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇവിടെ ലൈറ്റ് ഇല്ലല്ലോ. അവിടെ ലൈറ്റ് ഇല്ല, അതറിയില്ല. നല്ല ഇവിടെ ലൈറ്റില്ല. ഇതാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത്. കണ്ടില്ലേ. നമ്മൾ നേരെ അടുത്ത ഡൈനിങ് ഹാളിലേക്ക് പോകാം. നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത്. ഞങ്ങൾക്ക് വരുമ്പോൾ തന്നെ ഒരു ടേബിളും പിന്നെ 2 സോഫയുമാണ് ഉള്ളത്. പിന്നെ ഒരു TV യും ഉണ്ട്. അപ്പോൾ പാട്ടിട്ടിരിക്കുകയാണ് ഇപ്പോൾ TV യിൽ. ഇതാണ് ഇവിടുത്തെ കിച്ചണ്. കുഴപ്പമില്ലാത്ത കിച്ചണാണ്, അടിപൊളി. ഫ്രിഡ്ജ് കണ്ടിട്ടോ, ഗ്യാസ് ഫ്രിഡ്ജൊക്കെ ഉണ്ട്, പേടിക്കണ്ട. ഇതാണ് ടോയ്ലറ്റ് അല്ലേ. ഇത് നേരെ നമ്മൾ അടുത്ത റൂമിലേക്ക് പോവുകയാണ്. അതിന് മുമ്പുള്ള കാഴ്ചയാണിത് അല്ലേ. ഇതൊരു മനോഹരം. ഇതുപോലത്തെ കാഴ്ച ബാൽക്കണിയിൽ നിന്നുണ്ട്. ഇതാണ് നമ്മളെ അടുത്ത റൂം. കുഴപ്പമില്ലാത്ത റൂം തന്നെയാണ്, അടിപൊളി. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച. നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് കാണാൻ. ഇവിടുത്തെ ടോയ്ലറ്റാണിത്. അതിൽ പാളുണ്ട്, അതുകൊണ്ട് അത് തുറക്കുന്നില്ല. ഇതാണ് ക്യാരം ബോർഡ്. നമ്മൾ കളിച്ചാട്ട് ഇപ്പോൾ എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് അവിടെ ലാൻഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ പൂളിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോകും തോറും ഇങ്ങനെ ആഴം കൂടിക്കൊണ്ടിരുന്നതാ. ഇവിടുന്ന് അങ്ങോട്ട് പോകും തോറും ആഴം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ പൂളിൽ നിന്ന്. നമ്മൾ അടുത്ത റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് അടുത്ത റൂം കേട്ടോ. ഈ റൂമിലൊരു TV വരുന്നുണ്ട്. ഈ റൂമത്തെ
ടോയ്ലറ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അല്ലേ, കുഴപ്പമില്ലാത്ത ടോയ്ലറ്റ് തന്നെയാണ് കേട്ടോ. ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ ഇറങ്ങണം. പിന്നെ അവിടെ വാഷ് ബേസ് വരുന്നുണ്ട്. അതിൻ്റെ തന്നെ മിററൊക്കെ ഉണ്ട്. ഇവിടുത്തെ ബെഡ് എന്ന് പറയുന്നത് ഇതാണ്, കോഫി ബ്രോ. ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചകൾ. ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് വരാൻ ഇവിടെയും ഒരു വഴി ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ മേലെ നിന്ന് എടുത്ത ഒരു വ്യൂ പോയിൻ്റാണിത്. അല്ലേ, നല്ല ഭംഗിയുണ്ട്. ഏറ്റവും മേലെ കോണിൽ പോയെടുത്താണ് ഈ വീഡിയോ. അവിടെ ഗ്രില്ല് ചെയ്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെയാണ് കോഫി ബ്രൂണിലെ കാഴ്ചകൾ. അല്ലേ, എല്ലാവരും വരിക. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കോഫി ബ്രൂണിലെ കാഴ്ചകൾ. എനിക്ക് വേറെ ഒന്നും പറയാനുള്ളത്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഫീഡ്ബാക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ.